നമുക്ക് നേരെ ഒന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഒന്ന് നോക്കണ്ടേ. നാളെയാണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പിലേക്കാണ് നാളെ രാജ്യം കടക്കുന്നത്. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളാണ് നാളെ വിധിയെഴുതുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ സിംഗ്, സ്മൃതി ഇറാനി, പീയൂഷ് ഗോയൽ തുടങ്ങി പല പ്രമുഖരും ഈ 5ാം ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. ശരത് കെ ശശി ഇലക്ഷൻ അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേരുന്നു. വെരി ഗുഡ് ഈവനിങ് ശരത് കെ ശശി. 5ാം ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്തവണ അമേഠിയിൽ രാഹുൽ ഗാന്ധി വരുമോ എന്നാണ് വയനാട് മത്സരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കാത്തിരുന്നത്. അപ്പോൾ അതാ ട്വിസ്റ്റ്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. അമേഠിയിൽ അവിടെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയെ നിർത്തുന്നു. ഇത്തവണ അമേഠി തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് ഈ അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോഴുണ്ടോ? എത്രത്തോളം വാശിയുണ്ടായിരിക്കും ഈ 49 ഇടങ്ങളിൽ? സുജിയ, തീപാറുന്ന പോരാട്ടം തന്നെയായിരിക്കും 49 മണ്ഡലങ്ങളിലും നടക്കാൻ വേണ്ടി പോകുന്നത്. സുജിയ, അമേഠിയുടെ കാര്യം സൂചിപ്പിച്ചപ്പോൾ 2019 നമ്മുടെ അവിടെ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിന് പോയ സമയത്ത് പൊതുവെ പ്രകടമായ ഒരു കാര്യമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് അവിടെ വിജയസാധ്യത ഉണ്ടായിരുന്നുവെങ്കിലും അവിടെ തിരിച്ചടിയായി മാറിയത് സമാജ്വാദി പാർട്ടി വോട്ടുകൾ കൃത്യമായും രാഹുലിന് ലഭിച്ചില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ സമാജ്വാദി പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തയ്യാറായില്ല. ആ രീതിയിലുള്ള ഒരു ഉദാര സമീപനം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷേ അപ്പോൾ തന്നെയും കൃത്യമായും സമാജ്വാദി പാർട്ടി വോട്ടുകൾ അവർക്ക് ലഭിക്കാത്ത സാഹചര്യം, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ അത്രയും ദുർബലമായിരുന്നു. രാഹുൽ ഗാന്ധി വന്ന് 2 പ്രചാരണം നടത്തിയാൽ ഈ പറയുന്ന വോട്ടുകളൊക്കെ തന്നെ രാഹുലിലേക്ക് വരും എന്ന രീതിയിലായിരുന്നു. ഒരു അമിത ആത്മവിശ്വാസം അടക്കം അമേഠിയിലുണ്ടായിരുന്നു. അതൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സ്മൃതി ഇറാനിക്ക് സാധിച്ചു. അതുകൊണ്ടായിരുന്നു 2019 1,00,000-ൽ പരം വോട്ടുകൾക്ക് സ്മൃതി ഇറാനിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ 2024 ആകുമ്പോഴേക്ക് സ്മൃതി ഇറാനി കുറെ കൂടി മണ്ഡലത്തോട് ചിരപരിചിതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ സ്വന്തമായി വീട് വാങ്ങി ആ മണ്ഡലം അത്രയും നന്നായി നർച്ചർ ചെയ്യുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ കാണേണ്ടുന്ന മറുഭാഗം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം SP ഇത്തവണ നല്ല പിന്തുണ അവിടെ നൽകുന്നുണ്ട്. SP പരസ്യമായി തന്നെ പ്രചാരണ രംഗത്ത് വരുന്നു. രാഹുൽ, അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി, ഇവരൊക്കെ റായ്ബറേലിയിലും അമേഠിയിലും ഒക്കെ പര്യടനം നടത്തുമ്പോൾ SP-യുടെ പതാകകൾ എല്ലായിടത്തും കാണാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ തന്നെ ഒരു പക്ഷേ അമേഠിയിൽ KL ശർമ്മയ്ക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വഴിയൊരുക്കും എന്ന ഒരു ആത്മവിശ്വാസം കോൺഗ്രസിന് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് അമേഠിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പൊതുവായ വിലയിരുത്തൽ. ഏതായാലും 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടക്കുമ്പോൾ 2019 BJPക്ക് വളരെ മൃഗീയമായ ഭൂരിപക്ഷമായിരുന്നു ഈ 49 സീറ്റുകളിൽ 32 ഇടങ്ങളിലും ലഭിച്ചത്. 32 സീറ്റുകളിലും BJP വിജയിച്ചു. അതിൽ തന്നെ ഉത്തർപ്രദേശിലെ 14-ൽ 13 സീറ്റുകളും BJPക്ക് നേടാനായി. കോൺഗ്രസിനാകട്ടെ മറുവശത്ത് വെറും 1 സീറ്റ്, അതായത് സോണിയാഗാന്ധി മത്സരിച്ച് വിജയിച്ച റായ്ബറേലിയിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാനായത്. ഈ ടാലിയിൽ നിന്ന് തന്നെ 5ാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യത്തിന്, വിശേഷിച്ച് കോൺഗ്രസിന് എത്രത്തോളം സുപ്രധാനമാണ് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും കോൺഗ്രസ് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം പ്രതീക്ഷയർപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. കാരണം മഹാരാഷ്ട്രയിൽ ശിവസേന, NCP അതുപോലെ തന്നെ കോൺഗ്രസ് ഒരു നന്നായ ഒരു അലയൻസ് വർക്ക് ചെയ്യുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ കൂടുതൽ പ്രതീക്ഷ മഹാരാഷ്ട്രയിൽ അവർ വച്ചു പുലർത്തുന്നു. BJP ആകട്ടെ ഉത്തർപ്രദേശിൽ നില മെച്ചപ്പെടുത്താൻ. താങ്ക് യു. ശരത് കെ ശശിയാണ് ഇലക്ഷൻ അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേർന്നത്. 5ാം ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളാണ് ശരത് സൂചിപ്പിച്ചത്.